നമ്മൾ മുന്നോട്ട് പോകും. നമ്മൾ എടുത്ത ഇപ്പം പിന്നെ ഈ വീഡിയോ എല്ലാം നമ്മൾ ഇടുന്ന വീഡിയോ എല്ലാം ഭർത്താവ് തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത് അല്ലേ? അതെ, ഭർത്താവ് തന്നെയാണ് എല്ലാം ഷൂട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിലും നമ്മൾ ഒന്നിച്ച് എല്ലാത്തിലും ഒരുമിച്ച് ഒരേ അഭിപ്രായത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ലൈവിൽ കുറേ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ വരുന്ന ആളോട് പറയാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളെങ്കിൽ നിങ്ങൾ ലൈവ് കാണാൻ, നിങ്ങളെ ആരും ഇതാക്കിയിട്ടില്ല. പിന്നെ നിങ്ങൾ പറയുമ്പോൾ ഓടി വരുന്ന ഒരാളല്ല, നിങ്ങൾ കാണുന്ന ഒരു ആൾക്കാരും സ്ത്രീകളും വിളിക്കുമ്പോൾ ഓടി വരുന്ന ഒരാളല്ല എൻ്റെ ഭർത്താവ്. അത് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ വന്നിട്ട് നിങ്ങൾ എന്താ പറയുന്നതെന്ന് ചിന്തിക്കണം. ഒരു സ്ത്രീയായിട്ട് ഒരു ഇങ്ങനത്തെ കളി നിങ്ങൾ കളിക്കുകയാണെങ്കിൽ കോളേജിൽ പോകുന്ന പേരും പറഞ്ഞിട്ട് ഇന്ന് വന്ന മെസ്സേജ് നമ്മൾ വായിച്ച് നല്ല കൊള്ളാം. അമ്മയും അച്ഛനും കോളേജിൽ പഠിക്കാൻ വിടുന്നത് പിന്നെ കാണുന്ന ഒരു ജീവിക്കുന്ന അവരെ ഭർത്താവോട് പറയുക, കോളേജിൽ പോകുന്ന പേരും പറഞ്ഞിട്ട് ഞാൻ വരാം, ബീച്ചിൽ നമുക്ക് ലോഡ്ജ് എടുക്കാം. ഇതാ അമ്മ അച്ഛന്മാർ. അതുകൊണ്ട് എല്ലാ അച്ഛനും അമ്മമാരും സൂക്ഷിച്ചോ. നമ്മൾ മക്കളെ പോറ്റിയിട്ട് നാളെ നമുക്ക് കിട്ടുന്ന വേദന ഇതുമാത്രം ഇങ്ങനെയായിരിക്കും. ഇന്നത്തെ കാണുന്ന ഇന്നെല്ലാം നടക്കുന്ന ഇത് തന്നെയാണ്. ഒരാൾക്കും മറ്റുള്ള ആളെ പറ്റി യാതൊരു ഇതുമില്ല. ഓരോരുത്തരുടെ കുടുംബം നശിപ്പിക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ അല്ലേ? ചിന്തിക്കണം, ചിന്തയില്ല. എൻ്റെ ഇത് ബാധ്യത ഇല്ലാതെ നിങ്ങൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ദുഃഖിക്കാൻ നമുക്ക് ഇവിടെ ആളുണ്ട്, വിഷമിക്കാനും ഇതാക്കാനും. എൻ്റെ ഭർത്താവ് ഞാൻ അങ്ങനെയാന്ന് വെച്ചാൽ എന്നോട് വെറുത്തിട്ടോ എന്നോട് പിന്നെ ദേഷ്യപ്പെട്ടിട്ടോ ഒന്നുമില്ല. എന്നോട് സ്നേഹമേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ എൻ്റെ ഒക്കെ വേണ്ടിയിട്ടാണ്. ഞാൻ എന്തിനാ ചെയ്തത്? ഞാൻ ഒന്നും ഒളിപ്പിച്ച് വെക്കാണ്ട് തന്നെയാണ് ഞാനെല്ലാം കല്യാണം കഴിച്ചിന്. ഇന്നെപ്പോലത്തെ കുറേ എണ്ണം വിളിച്ചാൽ ഓടി വരുന്ന ആളൊന്നും അല്ല. കുറേ ഇനിയല്ലെങ്കിലും വലിയത് കളിച്ചിട്ട് കുലുങ്ങിയിട്ടില്ല. അന്നേരം ഇന്നെപ്പോലത്തത് അല്ലേ? മാറ്റിയെടുക്കും പോലും. ഈ മാസം ലാസ്റ്റോട്ടാകുമ്പോൾ നിനക്ക് മാറ്റിയെടുക്കാൻ എത്ര പൈസ കിട്ടീന്ന് പറഞ്ഞ ഞങ്ങളടുത്തുനിന്ന് എത്ര പൈസ കിട്ടീനെന്നൊന്ന് നമ്മളോട് പറയണം. ഭർത്താവിനെ മാറ്റിയെടുക്കാൻ എത്ര പൈസ നിനക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് അറിഞ്ഞിന്. അപ്പോൾ മാറ്റിയെടുക്കാൻ നിനക്ക് പൈസ എത്ര കിട്ടിയിട്ടുണ്ടാകും? കുറേ കിട്ടീനാ മാറ്റിയെടുക്കാൻ പറഞ്ഞ ആളോടല്ലേ? എന്നാ വേറെ എടുക്കണം. കട്ടായി നല്ല ചെറുങ്ങനെ അരിഞ്ഞ് നല്ല സൂപ്പറായിട്ട് കട്ടായി. ഞാനിത് പറയണമെന്ന് ഉദ്ദേശിച്ചതല്ല, പക്ഷേ ഇന്ന് നമ്മൾ വൈകുന്നേരം ഒരു വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നുകൊണ്ട് പറഞ്ഞിരുന്നേ ഉള്ളൂ. ഇന്നലെ ഈ മെസ്സേജ് വന്ന് ഇന്നലെ ലൈവിൽ ഞാൻ കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ്. വളരെ എല്ലാവരും ശ്രദ്ധിക്കണം. ഈ കുട്ടികളെല്ലാം കോളേജിൽ സ്കൂളിൽ പറഞ്ഞേക്കുന്ന ഈ കുട്ടികൾ ഓരോ പെൺകുട്ടികൾ ചെയ്യുന്ന പണിയാണിത്. തക്കാളി ഞാൻ കുറച്ച് നീളത്തിലാണ് ഇങ്ങനെയാണ് അരിയുന്നത്. അതെ, അതുകൊണ്ട് അച്ഛനും അമ്മയും അറിഞ്ഞിരിക്കേണ്ട കാര്യമായതുകൊണ്ട് മാത്രം പറഞ്ഞതാ. അവിടെ പെൺമക്കളോട് പറഞ്ഞ് മനസ്സിലാവും. മക്കളെ വേറെ ഇല്ലാതെ കുടുംബം നശിപ്പിച്ചിട്ടല്ല കളിക്കണ്ടേന്ന് പറയാം. അത് ഇന്നല്ലേ നാളെ നിങ്ങളത് അനുഭവിക്കേണ്ടി വരും. ഈ പറയുന്ന ആൾ, ചെയ്യിപ്പിക്കുന്ന ആളും ചെയ്യുന്ന ആളും അത് മനസ്സിലാക്കണം. നിങ്ങൾക്കും ഉണ്ട് വീട്ടിൽ കുറേ പെൺമക്കളും ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട് കുറേ ആൾ. ഇങ്ങനെ തക്കാളി ഇങ്ങനെ മുറിച്ചു, തക്കാളി ഇങ്ങനെ ഉരുളക്കിഴങ്ങ് കുറച്ച് അത് ഇങ്ങനെ ഒന്ന്
വ്യത്യാസം വന്നു. നമുക്കിത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ച് അതിടാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ചച്ചവ മാറിക്കഴിഞ്ഞാൽ നമുക്ക് തക്കാളിയും മസാലകളെല്ലാം ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. ചെറിയ സ്പൂണ് കുരുമുളക് ഇട്ട് കൊടുത്ത് ഒരു 1/4 സ്പൂണ് കുഞ്ഞ് ജീരകപ്പൊടി, ജീരകം വറുത്ത് പൊടിച്ചതാണത്. ഈ ഒരു തക്കാളി ഇതുമെല്ലാം ഒന്ന് നല്ല അടിഞ്ഞ് വരണമെങ്കിൽ ഒരു ലേശം തിളപ്പിച്ച് ആറിയ വെള്ളം ഉണ്ടായിരുന്നു. അത് ലേശം ഒരു ഇതിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇളക്കിയിട്ട് മൂടി വെക്കുക. അപ്പോൾ തക്കാളീൻ്റെ വെള്ളം ഇതെല്ലാമായി ഇതിനകത്ത് അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ മേലോട്ട് മുട്ടി കൊടുക്കാൻ പറ്റും. മൂടിവെക്കാം. ഇതെടുത്ത് ഇതൊരു കഷ്ണം ചിക്കൻ സ്റ്റോക്കിൻ്റെ ഒരു പീസാണ്. അത് അതിലിട്ടിട്ടുണ്ട്. അത് അരിഞ്ഞോളൂ. ചിക്കൻ സ്റ്റോക്കും വെള്ളം കൂടി നന്നായി ഒന്ന് നല്ല സ്മെല്ല് വരുന്നുണ്ട് അല്ലേ? ഇതൊന്ന് വെന്ത് കുറച്ചൊന്നായിക്കഴിഞ്ഞാൽ വേറൊരു സാധനം കൂടി ഇടാനുണ്ട്. തക്കാളിയെല്ലാം നല്ല വെന്തിതായിന്. ഇറക്കിയിട്ട് എടുത്ത് വെക്കാം. ഒരു ചെറിയ സ്പൂണിൽ സോയാ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കാം. സോയാ സോസ്, ടൊമാറ്റോ സോസ്. അപ്പോൾ ഇതിൻ്റെ ഒരു നിറം വേറെ മാറി. ലാസ്റ്റോട്ട് ഒരു കഷ്ണം ചിക്കൻ സ്റ്റോക്കും സോയാ സോസും ഒരു 5 മിനിറ്റോളം ഇങ്ങനെ വെക്കാം, മൂടി വെക്കാം. അങ്ങനെ കാടൻ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ റെഡിയായി. നല്ല വെള്ളം വറ്റി നല്ല അടിപൊളിയായിട്ടുണ്ട്. ഉപ്പ് നമ്മൾ ഒരു സ്പൂണേ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക. ഉപ്പ് കുറഞ്ഞു പോണ്ട, അല്ല കൂടി പോണ്ട, കുറഞ്ഞാലും കുഴപ്പമില്ല. ഉപ്പുണ്ട്, അത് മതി.
കൂടിയാലല്ലേ പ്രശ്നമുള്ളൂ, കുറഞ്ഞാലേ നമുക്ക് പിന്നെ ഇടാലോ. അങ്ങനെ ഗ്യാസ് ഓഫാക്കുക. നമ്മളെ കാട മുട്ടേൻ്റെ റോസ്റ്റ് റെഡിയായി. നമുക്ക് ഇതിനെ കുറച്ച് ഗാർണിഷ് ചെയ്യാം. മല്ലിച്ചപ്പ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കാടമുട്ട റോസ്റ്റ് നല്ല ടേസ്റ്റാണ്. ഇത് നമ്മളെ സാധാരണ മുട്ടേനെക്കാട്ടി ഏറ്റവും ഗുണമുള്ളൊരു സാധനമാണ്. ഇങ്ങനെ പറയുന്ന കേട്ട ഒരു മുട്ടക്ക് 1000 പോയിട്ട് ഒരു അരക്കാട കഴിക്കാമെന്നാണ് പറയുന്നത്. നല്ല ഗുണമുള്ള സാധനമാണെന്ന് പറയുന്നു. അതുകൊണ്ട് എല്ലാവരും കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഉണ്ടാക്കി കൊടുക്കുക. നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് വീഡിയോ കാണുന്നവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. കുക്കിംഗ് ഒരുപാടുണ്ട്, എല്ലാം മെല്ലെ മെല്ലെ ഓരോന്നും എടുക്കും. താങ്ക് യു.